ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीरुत्तमश्लोके भक्तिर्भवति नैष्ठिकी। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं श्रीचैतन्यमीश्वरं श्रीपरमानन्दमाधवं। ഭഗവത്ഗീത അധ്യായം 11 ശ്ലോകം 39. വായുർയമോ അഗ്നിർവരുണ ശശാങ്ക പുനഃപൂയോപി നമോ നമസ്തേ. വായുർയമോ അഗ്നിർവരുണ ശശാങ്ക പ്രജാപിതസ്ത്വം പ്രപിതാമഹശ്ച. നമോ നമസ്തേസ്തു സഹസ്രകൃത്വാ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. വായുർയമോ അഗ്നിർവരുണ ശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച. നമോ നമസ്തേസ്തു സഹസ്രകൃത്വാ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. നമോ നമസ്തേസ്തു സഹസ്രകൃത്വാ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. നിയന്താവും അഗ്നിയും വരുണ ജലവും ശശാങ്ക ചന്ദ്രനും പ്രജാപതി ബ്രഹ്മാവും പ്രപിതാമഹനും ആകുന്നു. തേ അങ്ങയ്ക്ക് സഹസ്രകൃത്ത സഹസ്രങ്ങളായി നമസ്കാരം. അസിദ്ധു ഭവിക്കട്ടെ. പുനഃ പിന്നെയും നമസ്കാരം. ഭൂയ അഭി വീണ്ടും വീണ്ടും. തേ അങ്ങയ്ക്ക് നമസ്കാരം. വിവർത്തനം ഭാവാർത്ഥം ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: വായുവും പരമനിയന്താവും യമനും അഗ്നിയും വരുണനും ചന്ദ്രനും പ്രജാപതിയും പ്രപിതാമഹനും അങ്ങ് തന്നെ. 1000 തവണയും അതിലേറെയും പ്രണാമങ്ങൾ ഞാൻ അങ്ങയ്ക്ക് അർപ്പിച്ചുകൊള്ളുന്നു. ഭാവാർത്ഥം: ഭഗവാനെ വായു എന്ന് സംബോധന ചെയ്യാൻ കാരണം വായു സർവവ്യാപി എന്ന നിലയിൽ എല്ലാ ദേവന്മാരുടെയും പ്രതിനിധിയായതിനാണ്. പ്രപഞ്ചസർഗത്തിലെ ആദ്യ ജീവാത്മാവായ ബ്രഹ്മാവിന്റെയും പിതാവാണ് കൃഷ്ണൻ എന്നതിനാൽ പ്രപിതാമഹൻ എന്ന് സംബോധന ചെയ്യും. ഓമജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മിളിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശത്താരിണി.
വാഞ്ചാകൽപതരൂപശ്യ കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കീ ജയ്. ശ്രീല പ്രഭുപാദ് കീ ജയ്. ഇവിടെ നമ്മള് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായം വിശ്വരൂപ ദർശനം എന്ന അധ്യായത്തില് വിശ്വരൂപം ദർശിച്ചതിന് ശേഷം അർജുനൻ ഭഗവാനെ വർണ്ണിക്കുന്ന ഒരു ശ്ലോകമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒരുപാട് പ്രാർത്ഥനകൾ ഭഗവാനോട് അർജുനൻ അർപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രാർത്ഥനയാണിത്. അർജുനൻ എന്താ പറയുന്നത്? വായുവും പരമനീന്താവും യമനും അഗ്നിയും വരുണനും ചന്ദ്രനും പ്രജാപതിയും പ്രപിതാമഹനും അങ്ങ് തന്നെ. 1000 തവണയും അതിലേറെയും പ്രണാമങ്ങൾ ഞാൻ അങ്ങയ്ക്ക് അർപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ ഭഗവാനെ പല പല വിശേഷണങ്ങൾ കൊണ്ട് വർണ്ണിക്കുകയാണ് അർജുനൻ ചെയ്യുന്നത്. എന്നിട്ട് ഭഗവാന് ആയിരക്കണക്കിന് വട്ടം ഞാൻ നമസ്കാരങ്ങൾ ചെയ്യുന്നുവെന്ന് പറയുന്നു. ഇപ്പൊ ഒരു വികാര വിക്ഷോഭത്തിൽ, ഒരു സന്തോഷം കൊണ്ടോ അമ്പരപ്പ് കൊണ്ടോ ആണ് അർജുനൻ ഈ സംസാരിക്കുന്നത്. അതാണ് പറയുന്നത്, ഞാൻ 1000 വട്ടം ഞാൻ നമസ്കരിക്കുന്നുവെന്ന്. നമ്മൾ ചിലപ്പം ഗുരുവായൂരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് ക്യൂ നിന്നിട്ട് ദർശനം എടുക്കുമ്പം നമ്മുടെ ഉള്ളിൽ ആ ഒരു ഫീലിംഗ് വരും, നമുക്ക് ഒരുപാട് വട്ടം നമസ്കരിക്കണം, ഒരുപാട് വട്ടം പ്രാർത്ഥിക്കണം എന്നൊക്കെയുള്ളൊരു കണ്ടിട്ട് ഒരു ഇത് വരും. അപ്പൊ അതേപോലെ അർജുനൻ ആ വിശ്വരൂപം കണ്ടതിന് ശേഷം തൻ്റെ ഉള്ളിലുള്ള ആ ഫീലിംഗ് അത് പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ഭഗവാനോട് വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ഇതില് നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭഗവാൻ ഇവിടെ വായു എന്ന് സംബോധന ചെയ്യുന്നുണ്ട്. വായു എന്ന് പറയുമ്പം വായു എന്ന് പറഞ്ഞാൽ വായു ദേവനുണ്ട്, നമുക്ക് കാണുന്ന വായു ഉണ്ട്. ഇപ്പൊ കാറ്റ്, നമ്മൾ ഫാൻ അടിക്കുന്നുണ്ട്, അവിടുന്ന് വായു വരുന്നുണ്ട്, അവിടെ നമുക്ക് തണുപ്പായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ വായു എല്ലായിടത്തും വ്യാപിച്ചിരിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഇല്ലാത്തതല്ല വായു, ഈ ലോകത്തെമ്പാടും വ്യാപിച്ചിരിക്കും. അപ്പം ഭഗവാനും അതേപോലെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കും. അതാണ് വായു എന്ന വാക്കുകൊണ്ട് അർജുനൻ ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ പ്രതിനിധിയായിട്ട് വായുദേവനും വരുണദേവനും ഉണ്ട്. അത് നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാം. അതിന്റെ കറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ വായുവും വരുണനും അഗ്നിയും എല്ലാമാണ്. കാരണം നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് വായുവും വെള്ളവും അഗ്നിയും എല്ലാം. അപ്പൊ ഇതെല്ലാം ഭഗവാന്റെ ശക്തികളാണ് അർജുനൻ പറയുന്നത്. അതാണ് അതിന്റെ യഥാർത്ഥ ഡയറക്റ്റ് മീനിങ്. ഇനി ശ്രീല പ്രഭുപാദ് അതിന്റെ ആഴത്തിലുള്ള ഒരു അർത്ഥം കൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മൾ എപ്പോഴും ഡയറക്റ്റ് മീനിങ് ആണ് ഉള്ളത്, പക്ഷെ എന്നാലും ഭഗവാനെ കൂടുതൽ മനസ്സിലാക്കാൻ അതിന്റെ കുറച്ചും കൂടെ ഉള്ളിലായിട്ട് ആചാര്യന്മാര് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ അതും കൂടെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഭഗവാനെ കൂടുതലായിട്ട് നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ വായു എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രീല പ്രഭുപാദ് എക്സ്പ്ലെയിൻ പറഞ്ഞേക്കുന്നത് എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ ഭഗവാൻ അതിനൊരു ഉദാഹരണമുണ്ട്, ഒരു കഥയുണ്ട്. എനിക്ക് ആ കഥ പൂർണ്ണമായിട്ട് അറിയില്ല. ഒരു വ്യക്തിയോട് ഒരു രാജാവ് പറഞ്ഞാണ്, ഞാൻ തരുന്ന ഈ കാര്യം എവിടെയെങ്കിലും ആരും കാണാതെ ഭക്ഷിക്കാനായിട്ട് പറഞ്ഞു. ആരും കാണാതെ ഞാനൊരു സാധനം തരാം, അത് കൊണ്ടുപോയി ഭക്ഷിക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ എല്ലാവരും അകത്ത് റൂമിനകത്തൊക്കെ ഇരുന്ന് ഭക്ഷിച്ചു. പക്ഷെ ഒരു ബുദ്ധിമാനായ വ്യക്തി വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലായിടത്തും ഭഗവാൻ ഉണ്ട്. അപ്പൊ ഭഗവാനെ കാണാതെ എനിക്ക് ഭക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ എത്ര അകത്തകത്ത മുറിയിൽ പോയിരുന്നാലും അവിടെയും ഭഗവാൻ ഉണ്ട്, അതുകൊണ്ട് എനിക്കത് സാധിക്കില്ല എന്ന് അദ്ദേഹം വന്ന് തിരിച്ചു പറഞ്ഞു. അപ്പൊ അതേപോലെ ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുകയാണ്. ഇനി നമുക്ക് അതിന്റെ കുറച്ചും കൂടി ആഴത്തിലോട്ട് നോക്കിയാല്, ഇവിടെ അർജുനൻ തേരിൽ ഇരുന്നുകൊണ്ട് കൃഷ്ണനെ സംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പം കൃഷ്ണനെ സംസാരിക്കുമ്പം കൃഷ്ണനോട് പറയാണ്, അങ്ങ് വായുവാണ്, വരുണനാണ്, അഗ്നിയാണ് എന്ന് പറയാം. അപ്പം ഈ വായു, അഗ്നി, വരുണൻ എന്ന വാക്കുകള് ആ വ്യക്തിയുടെ വിശേഷണങ്ങളാണ്, ഒരു വ്യക്തിയുടെ വിശേഷണമാണ്. ഇപ്പം ഞാനിപ്പം വ്രജസേവ പ്രഭുവിനെ കണ്ടിട്ട് പറയാണ്, അദ്ദേഹത്തിന് നല്ല ബുദ്ധിയുണ്ട് എന്ന് ഞാൻ പറയുന്നു. അപ്പം ആ വ്യക്തിയുടെ ഒരു വിശേഷണമാണ് ആ ബുദ്ധി.
ബ്രജസേവപ്രോ ബുദ്ധിയാണ് എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. ആ വ്യക്തിയുടെ ഒരു വിശേഷണമാണ് ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ ഭഗവാനോട് അർജുനൻ നോക്കിയിട്ട് സംസാരിക്കുകയാണ്, അങ്ങ് വായുവാണ്, അതായത് എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നവനാണ് എന്ന് ഭഗവാനോട് അർജുനൻ പറയാം. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വ്യാപിച്ചു നിൽക്കുന്നവൻ എന്ന വാക്ക് ഭഗവാന്റെ വിശേഷണമാണ്. പലപ്പോഴും മായാവാദ സിദ്ധാന്തക്കാരും മറ്റും പറയും ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നു, അതുകൊണ്ട് അതാണ് ഭഗവാൻ എന്ന് പറയും. പക്ഷെ അതേസമയം ഭഗവാനെ കണ്ടുകൊണ്ട് നോക്കിയിട്ട് അർജുനൻ നോക്കിയിട്ടാണ് പറയുന്നത് അങ്ങ് എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നു എന്നുള്ളത്. അപ്പം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റേടത്ത് വെച്ചാല് ആ വ്യക്തിയെ അവര് അവഗണിക്കുകയാണ്. മായാവാദത്തില് ഈ വ്യക്തി ഇല്ല, ഇവിടെ എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നതുകൊണ്ട് ഈ വ്യക്തിയെ ഇല്ല, കൃഷ്ണൻ എന്ന വ്യക്തിയെ ഇല്ല, കാരണം എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന ശക്തി മാത്രമേ ഉള്ളൂ എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അപ്പം ബ്രജസേവപ്രഭുവിന് ബുദ്ധിയുണ്ട് എന്ന് നമ്മൾ പറയുമ്പം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഉണ്ട്, ആ വ്യക്തിയുടെ വിശേഷണമായ ബുദ്ധിയാണ് ഉള്ളത്. ആ ബുദ്ധിയാണ് നമ്മൾ വർണ്ണിക്കുന്നത്, അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട്. അപ്പൊ ആ അദ്ദേഹം എന്ന ആ വ്യക്തിത്വം അവിടെ ഉണ്ട്. ആ വ്യക്തിത്വത്തിന്റെ ഒരു ലക്ഷണമാണ് ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നു പറഞ്ഞാൽ ഭഗവാൻ എന്ന വ്യക്തിയുണ്ട്, ഭഗവാന്റെ ശക്തിയോടുകൂടി അദ്ദേഹം എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നു എന്നാണ് അർത്ഥം. അതിന്റെ അർത്ഥം ഈശ്വരൻ എന്ന് പറയുന്ന ആ അസ്തിത്വത്തിന് വ്യക്തിത്വം ഉണ്ട് എന്നുള്ളത്. വ്യക്തിത്വം ഉണ്ട്, അത് വളരെ പ്രാധാന്യമാണ്. ഇതിന് പല ഈ ശ്ലോകങ്ങൾ എടുത്തു നോക്കുമ്പോഴും ഭഗവാന്റെ വർണ്ണനകളാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇപ്പം നമ്മൾ ഇതിനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് എടുത്താൽ നോക്കിയാൽ ഭഗവാൻ വായുവാണ്, ഭഗവാൻ വരുണനാണ്, ഭഗവാൻ അഗ്നിയാണ്. അപ്പൊ ആരാണ് ഭഗവാൻ എന്ന് നമുക്ക് ശ്രമിച്ച് തോന്നുന്നില്ലേ? അപ്പൊ അതേസമയം ബ്രജസേവപ്രഭുവിന് ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അവിടെ ആ വ്യക്തി മാറി നിൽക്കുകയാണ്. വ്യക്തി മാറി നിൽക്കുകയാണ്, അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ് ബുദ്ധി, ശക്തി, ഇതെല്ലാം. അപ്പൊ ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരു സ്ഥലത്തും വ്യക്തിയായിട്ട് തന്നെ ഉണ്ട്, അദ്ദേഹത്തിന്റെ ശക്തി എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നു എന്നാണ്. അതിന്റെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. നമ്മള് ഭാരതത്തില് നമ്മൾ ജനിച്ച് നമ്മളൊക്കെ വളർന്ന വ്യക്തികളാണ്. നമ്മൾ 99% നമ്മൾ എല്ലാവരും കേട്ടിരിക്കുന്ന സിദ്ധാന്തം ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നുണ്ട്, അതൊരു ശക്തി മാത്രമാണ് എന്ന ഒരു സിദ്ധാന്തമാണ്. നമ്മൾ കൊച്ചുനാളിലേ വളർന്നു വന്നപ്പോഴെല്ലാം ഇതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശക്തിയാണ്, എല്ലാവരുമാണ് ഈശ്വരൻ. അപ്പൊ നമുക്ക് ആരെ വേണമെങ്കിലും വായുവിനെയോ വരുണനെയോ എല്ലാത്തിനെയും നമുക്ക് ആരാധിക്കാം, എല്ലാം ഈശ്വരനാണ് എന്ന സിദ്ധാന്തമാണ്, എല്ലാം ഒന്നാണ് എന്നുള്ളൊരു സിദ്ധാന്തമാണ് നമ്മളെല്ലാവരും കേട്ടോണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഭഗവത്ഗീത അനുസരിച്ച് തെറ്റാണ്. നമ്മൾ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയുടെ ശക്തി വിശേഷങ്ങളാണ് എല്ലാം ഉള്ളത്. ആ വ്യക്തിയെ നമ്മൾ ഒരിക്കലും അവഗണിക്കാനായിട്ട് പാടില്ല. ഭഗവാൻ എന്ന വ്യക്തിയെ ഒരിക്കലും അവഗണിക്കാനായിട്ട് പാടില്ല. അതിന് വ്യക്തിത്വം തന്നെയുണ്ട്. ചിലപ്പോൾ ആൾക്കാർ പറയും അത് ബ്രഹ്മമാണ്, ബ്രഹ്മത്തിന്റെ പല പല ശക്തികളാണ് ഇതെല്ലാം എന്ന് പറയും. പക്ഷെ ഭഗവത്ഗീതയില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ബ്രഹ്മം എന്ന് പറയുന്നത് എന്നിൽ അടിസ്ഥാനം, ബ്രാഹ്മണോ ഹി പ്രതിഷ്ഠാഹം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ബ്രാഹ്മണോ ഹി പ്രതിഷ്ഠാഹം എന്ന് പറഞ്ഞാൽ, പ്രതിഷ്ഠാഹം എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ എന്നാണ് അർത്ഥം. ഫൗണ്ടേഷൻ. ഈ KBR ബിൽഡിങ് നിർത്തിയിരിക്കുന്നത് ഒരു ഫൗണ്ടേഷനിലാണ്. ആ ഫൗണ്ടേഷന്റെ പുറത്താണ് ഈ ബിൽഡിംഗ് എല്ലാം കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്നത്. ആ ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ഈ ബിൽഡിങ്ങേ ഇല്ല, അതെല്ലാം കൊളാപ്സ് ചെയ്ത് എല്ലാം പോകും. അപ്പൊ ആ പ്രതിഷ്ഠാഹം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിയിലിരിക്കുന്ന ഫൗണ്ടേഷനാണ് ഈ ബിൽഡിങ്ങിനെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ബ്രാഹ്മണോ ഹി പ്രതിഷ്ഠാഹം, ഞാനാണ് ബ്രഹ്മത്തിന്റെ അടിസ്ഥാനം, ഫൗണ്ടേഷൻ എന്ന് ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ബ്രഹ്മം എന്തിൽ നിന്നാണ് പറഞ്ഞത്? ഈ ബിൽഡിങ്ങിന്റെ ഈ ലൈറ്റും ഫാനും ഈ ജനലും ഓരോ പെയിന്റും എല്ലാം വന്നിരിക്കുന്നത് ഈ ഫൗണ്ടേഷനെ ബേസ് ചെയ്തിട്ടാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. അപ്പൊ ഈ ബ്രഹ്മം എന്ന് പറയുന്ന ആ നിർവ്യക്തിഗതമായിട്ടുള്ള ആ ശക്തി, അതും എന്നിൽ അടിസ്ഥാനമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ആ വ്യക്തിയില് അടിസ്ഥാനമാണ്, ആ വ്യക്തിയുടെ ഇതിലാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഈ ഭഗവത്ഗീത പഠിക്കുമ്പം നമ്മള് പണ്ട് മുതലേ പഠിച്ചു വന്ന ആ ഒരു
ചിന്താഗതി വെച്ച് ഭഗവത്ഗീത പഠിച്ചാൽ അതിന്റെ ആഴത്തിൽ നമുക്ക് എത്താനായിട്ട് പറ്റില്ല. ആദ്യം ആ ഒരു മിസ്കൺസെപ്ഷൻ നമുക്ക് മാറ്റണം. നമ്മൾ എല്ലാം വെറും ഒരു ശക്തിയാണ്, എല്ലാം ഒരു ശക്തിയാണ്, ആരെ ആരാധിച്ചാലും നമ്മൾ ആ ശക്തിയാണ് ആരാധിക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതി. ശക്തി വരണമെങ്കിൽ ശക്തിമാനിൽ നിന്നാണ് വരേണ്ടത്. എല്ലാ ശക്തിമാനിൽ നിന്നാണ് ശക്തികളെല്ലാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ശക്തിയെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ശക്തിമാനെ ആരാധിക്കണം എന്നില്ല. ഇപ്പം വേറൊരു ഉദാഹരണം എടുക്കാന്ന് വെച്ചാല്, നമ്മളിപ്പം ഞാനിപ്പം ഒരാഴ്ച മുമ്പ് ഒരു കൂടംകുളത്ത് ഒരു ട്രെയിനിങ്ങിന് പോയിരുന്നു. അവിടെ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പം അവിടെ എന്ന് വെച്ചാൽ ചെറിയൊരു ഇന്ധനമാണ് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരുപാട് കൽക്കരിയൊക്കെ ഉപയോഗിച്ച് വെള്ളം കത്തിച്ച് ടർബൈൻ കറക്കിയാണ് നമുക്ക് ലൈറ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് കേരളത്തിലൊക്കെ ആണെങ്കിൽ കൂടുതലും ജലവൈദ്യുതിയാണ്. അപ്പൊ വെള്ളം വളരെ ഫോഴ്സ് ആയിട്ട് ഒരു വലിയൊരു ടർബൈനിലേക്ക് വെച്ചിട്ട് അത് കറക്കുമ്പം അതിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അതിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്നാണ് ഈ എനർജി വരുന്നത്. അതാണ് ഈ കറണ്ട് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് വെച്ചാൽ ചെറിയൊരു എനർജിയാണ്, ഇത്രയേ ഉള്ളൂ, 10 ഗ്രാമേ ഉള്ളൂ അതിന്റെ ഇന്ധനം. അതിൽ നിന്നാണ് അവർ ഇത്രയും ഊർജം ഉണ്ടാക്കിയെടുക്കുന്നത്. അവിടെ നോക്കിയ വലിയൊരു പ്ലാന്റ് ആണ്, നമ്മുടെ ഈ KBRനെക്കാട്ടിലൊക്കെ ഉയരത്തില് വലിയൊരു പ്ലാന്റ് ഉണ്ട്. പക്ഷെ അതിനകത്ത് ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ആരും അതിനകത്ത് പോകത്തില്ല. അത് ഇങ്ങനെ വലിയ കെട്ടിടമാണ്, പക്ഷെ അതിനകത്ത് ആരും പോകത്തില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പോവുള്ളൂ. ബാക്കി എല്ലാം പുറത്ത് 1 കിലോമീറ്റർ മാറിയാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഒരു കൺട്രോൾ പാനലിലിരുന്ന് എല്ലാം നിയന്ത്രിക്കുന്നത്. അതിനെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് എല്ലാം സംഭവിക്കുന്നത്. ഇന്ധനം നിറയ്ക്കുന്നത്, എടുക്കുന്നത് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത്. അപ്പം ആ കൺട്രോൾ പാനലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ ശക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധി അല്ലെങ്കിൽ അദ്ദേഹം പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതനുസരിച്ചാണ് അവിടെ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പൊ എനർജി ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ആ എനർജി വരുന്നത് എവിടെ നിന്നാണ്? ആ എനർജി ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ആ വ്യക്തിയുടെ ശ്രമഫലമായിട്ടാണ്, അല്ലെങ്കിൽ ആ വ്യക്തികളുടെ ശ്രമഫലമായിട്ടാണ് അവിടെ ശക്തി അല്ലെങ്കിൽ എനർജി ഉണ്ടായി വരുന്നത്. അപ്പൊ എവിടെ നമ്മൾ ഒരു ശക്തി അല്ലെങ്കിൽ ഇത് എടുക്കുകയാണെങ്കിൽ അതിന് പുറകില് ഒരു വ്യക്തിത്വം ഉണ്ടാവും. നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ പറ്റത്തില്ല. ഇപ്പൊ സൂര്യൻ ഉദിച്ചു വരുന്നു, സൂര്യന് രശ്മികളുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും സൂര്യൻ ഓട്ടോമാറ്റിക്കലി വരുന്നു എന്നാണ്. പക്ഷെ സൂര്യന് പുറകില് ആ സൂര്യനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ സൂര്യനെ നിയന്ത്രിക്കുന്ന അതേപോലുള്ള അനേകം വ്യക്തിത്വങ്ങളുടെ പുറകില് ഒരു പരമപുരുഷനായ വ്യക്തിയും ഉണ്ടാവും. അതാണ് ഭഗവാൻ ഇവിടെ അർജുനൻ വർണ്ണിക്കുന്നത്. അങ്ങ് വായുവും പരമനിയന്താവും യമന് മരണദേവനും അഗ്നിയും വരുണനും ചന്ദ്രനും പ്രജാപതിയും എല്ലാമാണ് എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനം ഒരു വ്യക്തിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് ഭക്തി എന്ന ആ തത്വത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും മായാവാദത്തിലൊക്കെ ആൾക്കാർ പറയുന്നത് നമ്മുടെ മനസ്സിനെ ബ്രഹ്മത്തില് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി നമുക്ക് കുറെ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കാം. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബ്രഹ്മത്തില് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ഇവരെ എല്ലാം ഉപേക്ഷിക്കാം എന്നുള്ളത്. അങ്ങനെയാണ്. പക്ഷെ ഭഗവത്ഗീത അനുസരിച്ച് തന്നെ നമുക്ക് ഭഗവത്ഗീതയിലെ 14-ാം അധ്യായത്തില് 13-ാം അധ്യായത്തില്